നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാഫി, നീ കോൺഗ്രസിന്റെ കാലനാകരുത്. ഇതുവരെ ഷാഫിക്ക് എന്ന് വിളിച്ചിരുന്ന കോൺഗ്രസ്, UDF, യൂത്ത് കോൺഗ്രസിലെ ഒരു കൂട്ടർ ഷാഫിക്ക് നേരെ വിരൽ ചൂണ്ടി. വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെത്തി. പ്രസ്ഥാനവും നേതാക്കളും ഇങ്ങനെ തമ്മിലടിച്ച് വീണപ്പോൾ ചോദിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി. കളത്തിന് പുറത്താണ്, എങ്കിലും പുറത്തിരുന്നു കൊണ്ട് അയാൾ ചിലതൊക്കെ വെട്ടിത്തുറന്നു പറയുന്നു. ഇതുവരെ എടോ വിജയ എന്ന് വിളിച്ച് CPM-ന് നേരെ വിരൽ ചൂണ്ടിയവൻ ഇന്ന് സ്വന്തം പ്രസ്ഥാനത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തണമെന്ന് ആഹ്വാനം ചെയ്ത് രംഗത്തേക്ക്. ഷാഫിക്കയെ തൊടുന്നോടാ എന്ന് രാഹുൽ ചോദിക്കുന്നു. ഞങ്ങൾ തീരുമാനിക്കുന്നവൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടില്ലേടാ എന്ന് പച്ചയ്ക്ക് ചോദിച്ച് തൊടുപുഴയിലെ ലീഗ് കൂട്ടർ സൈബറിടം കത്തിച്ചു. സതീശ, ഇത് തീക്കളി എന്ന് മറുപടിയുമായി KCRC സൈബർ കൂട്ടർ കളത്തിൽ വന്നു. വീണ്ടും പോര് തുടങ്ങി. ഇങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും പോരടിച്ചും പ്രസ്ഥാനം നിൽക്കുമ്പോൾ ബോംബ് പൊട്ടിച്ച് രാഹുൽ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരെന്ന് കണ്ടെത്താനുള്ള യുദ്ധം കോൺഗ്രസിനെ പിളർപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നേതാക്കന്മാരും അണികളും ചേരിതിരിഞ്ഞ് തല്ലുന്ന കാഴ്ച കേരളം കാണുകയാണ്. ഈ പിളർപ്പ് പഴയപടി ആക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ പുറത്തിരുന്നു കൊണ്ട് കോൺഗ്രസിനെ ഒന്നിപ്പിക്കാൻ രാഹുലിന്റെ ശക്തമായ ചില നീക്കങ്ങൾ. രാഹുൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്നെ കോൺഗ്രസിന് പുറത്താക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിനെ വലിച്ചു പുറത്തേക്കിടാൻ ആർക്കും കഴിയില്ല എന്ന്. അയാളിപ്പോൾ ഏറെ വേദനയോടെ നിൽക്കുകയാണ്. വലിയൊരു വിജയം നേടിയിട്ടും അത് ആഘോഷിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വേദന. അയാൾ പറയുകയാണ്, ചിലതൊക്കെ തിരുത്തിയേ മതിയാകൂ. നേതാക്കന്മാരോടും അണികളോടുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലതൊക്കെ പറയുന്നത്. രാഹുലിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കാരണം ഓരോ കോൺഗ്രസ്സുകാരനും UDF-കാരനും രാഹുലിൻ്റെ ഈ വാക്കുകൾ കേൾക്കണം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും, ഓരോ ലീഗ് പ്രവർത്തകന്റെയും, ഓരോ UDF പ്രവർത്തകന്റെയും ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ദിവസമാണിന്ന്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന് ശേഷം കോൺഗ്രസിന്റെ UDF-ന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുകയാണ്. ഒരുപറ്റം മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷവും BJP-യും ചില സമുദായ നേതാക്കന്മാരും ഒക്കെ വനവാസം കൽപ്പിച്ച വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന VD സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായിരിക്കുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത്തരത്തിലുള്ള വീഡിയോകളുമായി പരസ്പരം സംബന്ധിച്ചത്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഡൽഹിയിൽ നിന്നുള്ള KC വേണുഗോപാലിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു. ആ സമ്മേളനത്തിൽ ആവർത്തിച്ചുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ അദ്ദേഹം മനോഹരമായി അതിനെല്ലാം മറുപടി കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ശ്രീ VD സതീശന് എൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഒരു മാധ്യമ പ്രവർത്തകൻ കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചു. അല്ല, KC നിയമസഭാ കക്ഷിയിൽ അങ്ങേക്കായിരുന്നില്ലേ ഭൂരിപക്ഷം? എന്നിട്ടും ഇതൊരു സ്വാഭാവികമായ നീതിയുടെ ലംഘനമല്ലേ നടന്നിരിക്കുന്നത്? KC ഇത് കേട്ട് ചിരിച്ചിട്ടങ്ങ് നടന്നുപോയി. അദ്ദേഹം അതിനെ എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരോടാണ്. ചില മാധ്യമ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പാണ്. അതിന് നമ്മുടെ നേതാക്കന്മാർ പലപ്പോഴും നിന്നു കൊടുക്കാറുണ്ട്. നിന്നു കൊടുക്കാതിരിക്കേണ്ട ബാധ്യത നമ്മൾ പ്രവർത്തകർക്കുണ്ട്. കഴിഞ്ഞ 10 ദിവസമായിട്ട് എന്താണ് കേരളത്തിൽ നടക്കുന്നത്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി ചില പ്രവർത്തകർ എന്നെയും വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. ഞാനൊരു അഭിപ്രായവും പറഞ്ഞില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൻ്റെ പേരിൽ ഇനി ആരെങ്കിലും തമ്മിൽ തല്ലി തർക്കമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഭിപ്രായങ്ങൾ പാർട്ടിയിലുണ്ടെങ്കിൽ ആ ഫോറത്തിലാണ് പറയേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസവും. ഈ 3 നേതാക്കന്മാരിൽ 3 പേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരല്ലേ? ആർക്കെങ്കിലും യോഗ്യതയില്ലയോ, അധിക യോഗ്യതയോ ഉള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ എന്തെല്ലാം കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി സാറിൻ്റെയും KC വേണുഗോപാലിൻ്റെയും പടമുള്ള ഫ്ലെക്സ് ബോർഡ് കത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാർ കത്തുന്നത് കാണുന്നത് കോൺഗ്രസ്സുകാരനാ. VD സതീശന്റെ പടമുള്ള ഫ്ലെക്സിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുക. VD സതീശന്റെ മുഖത്ത് തുപ്പുന്നത് കോൺഗ്രസ് സംസ്കാരമാണോ? ഇതിലൊക്കെ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അങ്ങനെ കയ്യടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോൾ ചില ആളുകൾ തെറി വിളിച്ചേക്കാം. CPM-ന്റെയും BJP-കാരുടെയും നിരന്തരമായ തെറിവിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറി വിളിച്ചാലും ഒരു വിഷമം ഉണ്ടാകും എന്നല്ലാതെ തഴമ്പിച്ചു പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇതിപ്പോഴെങ്കിലും പറയണം. നേരത്തെ പറഞ്ഞാൽ പറയും മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ലോബിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചു പറ്റാനാണ്. ഇന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, ഇത് പറയാൻ ഏറ്റവും യോഗ്യൻ ഞാനാണ്.
കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഏറ്റവും അധികം തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടവരിൽ ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ സത്യസന്ധമായി പറയുന്നു, ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിച്ച് വളഞ്ഞിട്ട് എന്നെ ജയിലിൽ അടച്ച ഒരു സർക്കാരാണിത്. ആ സർക്കാരിനെതിരെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ. എനിക്ക് അഭിപ്രായം പറയാൻ ഒരു മടിയുമില്ല. കെ.സി. വേണുഗോപാൽ ഇത്രയേറെ അധിക്ഷേപിക്കപ്പെടുവാൻ, ഇത്രയേറെ അപമാനിക്കപ്പെടുവാൻ, അപഹസിക്കപ്പെടുവാൻ, ശപിക്കപ്പെടുവാൻ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം പൊതുവിടത്തിലേക്ക് വന്ന് ഏതെങ്കിലും നേതാക്കന്മാരെ അപമാനിച്ചോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, VD ആഗ്രഹിച്ചിട്ടുണ്ടാകാം, RC ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്താ തെറ്റ്? VD സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു തെറ്റുമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടമനുസരിച്ച് VD മുഖ്യമന്ത്രിയാകട്ടെ എന്നോ, RC മുഖ്യമന്ത്രിയാകട്ടെ എന്നോ, കെ.സി. മുഖ്യമന്ത്രി ആകട്ടെ എന്നോ പറയാം. പക്ഷെ അതിൻ്റെ പേരിൽ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല. ശ്രീ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു, പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ കിടക്കുന്ന സോണിയാഗാന്ധിക്ക് നേരെ വരെ അപമാന പ്രചാരണങ്ങൾ ഉണ്ടായി. മല്ലികാർജുൻ ഖാർഗെയെ നിരന്തരമായി വേട്ടയാടി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ എന്തുതരം UDF സംസ്കാരമാണ്? എന്തുതരം കോൺഗ്രസ് സംസ്കാരമാണ്? കെ.സി. വേണുഗോപാൽ കുറെ ആളുകൾ പറയുന്നത് കേട്ടു, പെട്ടി തൂക്കിയാണെന്ന്. എന്ത് പെട്ടി തൂക്കി? കണ്ണൂരിൽ പയ്യന്നൂർ പോലൊരു പാർട്ടി ഗ്രാമത്തിൽ KSUവിന്റെ സംഘടനാ പ്രവർത്തകനായി കടന്നുവന്ന് SFIക്കാരുടെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്ന് KSU പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി. ഒരു കോൺഗ്രസ്സുകാരന് ജയിക്കാൻ പ്രയാസമുള്ള ആലപ്പുഴയിൽ നിന്ന് MLA ആയ ആളാണ്. ആലപ്പുഴയിൽ കോൺഗ്രസ്സുകാരൻ ജയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ആലപ്പുഴ പാർലമെന്റിലെ മെമ്പറാണ്. 2019 19 സീറ്റിൽ ജയിച്ചപ്പോൾ നമ്മൾ തോറ്റുപോയ മണ്ഡലത്തിൽ 24 തിരിച്ചു പിടിച്ച ആളാണ് കെ.സി. വേണുഗോപാൽ. അയാൾ എങ്ങനെയാണ് നൂലിൽ കെട്ടിയിറക്കിയ ആളായി മാറുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജനാധിപത്യ അംഗീകാരം നേടി തന്നെയാണ് MLAയും MP യും മന്ത്രിയും ഒക്കെയായി ശ്രീ കെ.സി. വേണുഗോപാൽ മാറിയത്. അദ്ദേഹം ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആലപ്പുഴയിലെ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയിട്ടില്ലാത്ത ആളാണ് കെ.സി. വേണുഗോപാൽ. മാത്രമല്ല, വെള്ളാപ്പള്ളി ഇവർ 3 പേരെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ചുട്ടികുത്തിയ 3 പേരിൽ ഒരാളാണ് കെ.സി. വേണുഗോപാൽ. എന്നിട്ടും ജയിച്ചു വന്നു. ജനങ്ങളൊപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ നേതാക്കന്മാർ ക്ലാരിറ്റി ഉള്ളവരാണ്. സമുദായ നേതാക്കന്മാരെ കേൾക്കും എന്ന് കരുതി അവരുടെ ആരുടെയും തിണ്ണ നിരങ്ങാൻ നമ്മുടെ നേതാക്കൾ പോകാറില്ല. അത് രമേശ് ചെന്നിത്തലയും പോകാറില്ല, VD സതീശനും പോകാറില്ല, കെ.സി. വേണുഗോപാലും പോകാറില്ല. രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് കെ.സി. വരുന്നത് 2019 ശേഷമാണ്. അതായത് കോൺഗ്രസ് തോറ്റ് തുന്നം പാടി രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയി അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും അധികാരവും തേടിപ്പോയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആളാണ്. പിന്നെയും തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കെ.സിയെ നമ്മൾ ഓർത്തിട്ടില്ല. ഏതെങ്കിലും ഒരു പാൽ സൊസൈറ്റിയിൽ തോറ്റാൽ പോലും നമ്മൾ പറയും കെ.സിയാണ് ഉത്തരവാദിയെന്ന്. വിജയങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്ക്, പരാജയങ്ങളെല്ലാം കെ.സി. വേണുഗോപാലിന്. അയാൾ മറുത്തൊരക്ഷരവും മിണ്ടിയിട്ടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അയാളുടെ കോൺട്രിബ്യൂഷൻ ചെറുതാണോ? പാർട്ടി വിട്ട് കോൺഗ്രസിൽ നിന്ന് പിന്തുണയോടുകൂടി MLA ആയ തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ മാഷ് ആദ്യം നന്ദി പറഞ്ഞത് കെ.സി. വേണുഗോപാലിനാണ്. അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച G സുധാകരൻ ആദ്യം നന്ദി പറഞ്ഞത് കെ.സി. വേണുഗോപാലിനാണ്. അതടക്കം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ നേതാക്കന്മാരും മത്സര രംഗത്തേക്ക് പോയപ്പോൾ ഒരു വിമതൻ പോലും ഉണ്ടാകാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച നേതാവാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം MLA ആകട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആരെങ്കിലുമൊക്കെ MLAമാർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിലെന്താണ് തെറ്റ്? അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ച MLAമാരൊക്കെ പെട്ടിതൂക്കികളാണോ? ആലപ്പുഴയിലെ തോമസിനെ അധിക്ഷേപിക്കുന്നത് കണ്ടു. ഗൺമാന്റെ അടികൊണ്ട് തലയ്ക്കടിയേറ്റ് ആശുപത്രിയിൽ കിടന്ന തോമസിനെ കാണാൻ പോയ ഒരാളാണ് ഞാൻ. ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അവൻ എങ്ങനെയാ പെട്ടിതൂക്കിയാകുന്നത്? സന്ദീപ് വാര്യരെ അധിക്ഷേപിക്കുന്നത് കേട്ടു. BJPയുടെ വിധ്വംസക രാഷ്ട്രീയത്തെ, വിദ്വേഷ രാഷ്ട്രീയത്തെ വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഹോയ് ഹോയ് പാടിയ ആളുകളാണ് നമ്മൾ. അതേ നമ്മൾ സന്ദീപ് വാര്യരെ ഇപ്പോൾ ആക്ഷേപിക്കുന്നത് കാണുന്നു. എന്തുതരം രാഷ്ട്രീയമാണത്? എനിക്ക് ഏറ്റവും വേദന തോന്നിയത് മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴയിൽ തോൽപ്പിക്കണമെന്ന് ചില ആളുകൾ പറഞ്ഞത് കേട്ടപ്പോഴാണ്. ശരിയാ, മാത്യുവിനെ തോൽപ്പിക്കണം. കാരണം ഇക്കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അയാളോട് മറുപടികൾ പറഞ്ഞിട്ടുള്ള ആളാണ് മാത്യു കുഴൽനാടൻ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മകളും അഴിമതിക്കാരാണ്, മാസപ്പടി വാങ്ങുന്നവരാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മാത്യുവിനെ CPM തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മളും ഒപ്പം ചേർന്നാൽ മാത്യു എളുപ്പത്തിൽ തോറ്റുകൊള്ളും. പിന്നൊന്ന് ഷാഫി പറമ്പിലിനെ വടകരയിൽ കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല എന്ന്.
ശരി, അവിടുത്തെ CPM-കാരും BJP-കാരും SDPI-കാരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ കാല് കുത്തിക്കരുതെന്ന്. നമ്മളും കൂടിയാൽ ഷാഫി പറമ്പിലിന് കാല് കുത്താൻ കഴിയില്ല. നമ്മളത് ചെയ്യണോ? ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും അധികം നേതാക്കന്മാരും അതുപോലെ തന്നെ MLA സ്ഥാനാർത്ഥികളുമൊക്കെ എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാലാവസ്ഥ നോക്കാതെ, വെയിലാണോ മഴയാണോ എന്ന് നോക്കാതെ, രാവാണോ പകലാണോ എന്ന് നോക്കാതെ ആളെ കൂട്ടാനും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനും ഷാഫി പറമ്പിൽ വേണമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പോലും അറിയാത്ത ഒരു വിഷയത്തിൽ അദ്ദേഹം അൺപോപ്പുലർ ആകണം. അദ്ദേഹത്തിനെതിരെ വെറുപ്പ് നമ്മൾ പടർത്തണം, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന്. എന്താണിതൊക്കെ? CPM-കാർ പോലും പറഞ്ഞിട്ടില്ലാത്ത അധിക്ഷേപം വരെ നമ്മൾ പറയണം. നല്ല രീതിയാണ്, കൊള്ളാം. ലിജുവിനെ അധിക്ഷേപിക്കുന്നത് കണ്ടു. ലിജു ചേട്ടൻ്റെ കായംകുളത്തെ കണ്ണീരോട് കൂടിയുള്ള പ്രസംഗം കണ്ട് കരച്ചിൽ വന്ന ആളാണ് ഞാൻ അങ്ങനെ വലിയ ലിജു ഫാനോ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടറോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ലിജു ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം ഹീ ഡിസേർവ്സ് ദാറ്റ്. ആ ലിജു ചേട്ടനെ ഇപ്പോൾ നമ്മൾ തോൽപ്പിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ആളുകളെ തോൽപ്പിക്കണം. ശരി, എല്ലാവരെയും തോൽപ്പിക്കാം. സന്ദീപ് വാര്യരെ തൊട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ജയിച്ച സുധീർ ഷാ പാലോടിനെ വരെ നമുക്ക് തോൽപ്പിക്കണം. എന്നിട്ട് CPM-നും BJP-ക്കും എളുപ്പമാർഗം ഉണ്ടാക്കി കൊടുക്കാം. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ പ്രവർത്തകരെ, ലീഗിന്റെ പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും, എന്നെ പാർട്ടി കേട്ടിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും, എന്നോട് നീതിയല്ല കാണിച്ചതെന്ന് ബോധ്യമുണ്ടായിട്ടും, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഒരു മൗനം കൊണ്ടുപോലും, ഒരൊറ്റ വരി കൊണ്ടുപോലും അസ്വസ്ഥത രേഖപ്പെടുത്താത്ത ഈ പാർട്ടിക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ നടപടിയെടുത്തപ്പോൾ പോലും പാർട്ടിയാണ് ശരിയെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അഭ്യർത്ഥനയാണ്, ഇനിയെങ്കിലും നമ്മൾ ഈ ഹേറ്റ് പൊളിറ്റിക്സ് അവസാനിപ്പിക്കണം. നമ്മൾ ഇഷ്ടമുള്ള ഒരു നേതാവിന് വേണ്ടിയിട്ട് മറ്റ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു. CPM-കാരും BJP-കാരും പോലും പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ പറയുന്ന ആ പ്രവണതയ്ക്ക് നമുക്ക് അവസാനമുണ്ടാക്കണം. കാരണം ഈ നേതാക്കന്മാരെ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ തോളേറ്റി നടത്തേണ്ടത് നമ്മളാണ്. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം CPM-കാർ തിരിച്ചു പറഞ്ഞാൽ അവരുടെ ജോലി എളുപ്പമാകും. അതുകൊണ്ട് കാത്തിരുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. തെരുവിൽ സമരം ചെയ്ത ആളുകളാണ് നമ്മൾ, അടികൊണ്ട ആളുകളാണ് നമ്മൾ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു ബസ് പോയ വഴിക്ക് അത്രയും കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഘം സഹപ്രവർത്തകർ എനിക്കുണ്ട്. ഒരുപാട് കേസുകളുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാം കൂട്ടായ്മയുടെ വിജയമാണ്, ജനങ്ങൾ നമുക്ക് സമ്മാനിച്ച വിജയമാണ്. ഈ പാർട്ടി അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയല്ല. നമ്മൾ ചില ആളുകൾ വാദത്തിന് വേണ്ടി പറഞ്ഞു KC വേണുഗോപാൽ ഹൈക്കമാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യും, മധ്യപ്രദേശും രാജസ്ഥാനും ആവർത്തിക്കുമെന്ന്. സത്യത്തിൽ എന്താ മധ്യപ്രദേശും രാജസ്ഥാനും സംഭവിച്ചത്? ഇതിനു മുൻപ് പറയാഞ്ഞത് അന്നേരം KC പക്ഷം പിടിക്കുകയാണെന്ന് നിങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ടാണ്. രാജസ്ഥാനിൽ സത്യത്തിൽ ഹൈക്കമാൻഡിന്റെ താല്പര്യം സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ രാജസ്ഥാനിലെ മഹാഭൂരിപക്ഷം ആളുകളും അവിടുത്തെ MLA-മാരും പറഞ്ഞു അല്ല, അശോക് ഗെഹ്ലോട്ടാണ് ശരിയെന്ന്. പാർട്ടി അതിനോടൊപ്പം നിന്നു. അതായിരുന്നു സത്യം. കാരണം സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചു. എന്നാൽ അധികാരമില്ലാത്തപ്പോഴും അശോക് ഗെഹ്ലോട്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായി തുടരുന്നു. മധ്യപ്രദേശിൽ ഹൈക്കമാൻഡിന്റെ താല്പര്യം ജ്യോതിരാദിത്യ സിന്ധ്യ മുഖ്യമന്ത്രിയാകണം എന്നായിരുന്നു. പക്ഷെ അവിടുത്തെ MLA-മാരും പാർട്ടി പ്രവർത്തകരും പറഞ്ഞു കമൽനാഥ് ആകണമെന്ന്. അവരായിരുന്നു ശരി. കാരണം അധികാരം കിട്ടാത്തപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ പാർട്ടി വിട്ട് BJP-യിൽ പോയി ഹെയ്റ്റ് പൊളിറ്റിക്സ് പറയുകയാണ്. പാർട്ടി വിട്ട് അധികാരം കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുന്നവന്മാരെ ഏതെങ്കിലും ഒരു സ്ഥാനം ഏൽപ്പിക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്റ്റേറ്റ് പോയിട്ടുണ്ടെങ്കിൽ പോകട്ടെന്നേ. തോറ്റു തുന്നം പാടിയാലും ഈ പാർട്ടി എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന കുറേ മനുഷ്യന്മാരില്ലേ, അവരുടേതാണ് ഈ പാർട്ടി. കേരളത്തിലും ഹൈക്കമാൻഡ് ഏറ്റവും യുക്തമായി തീരുമാനമെടുത്തു. ഒരാളും സ്വാധീനിക്കാൻ പോയില്ല. കേരളത്തിലെ പോപ്പുലർ ഡിമാൻഡായി വന്ന ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാവുക എന്ന ഡിമാൻഡ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുമ്പോൾ ആ ഹൈക്കമാൻഡിൻ്റെയും പാർട്ടിയിൽ KC വേണുഗോപാൽ ഒപ്പമുണ്ട് എന്നോർക്കണം. ആ KC വേണുഗോപാൽ രണ്ട് കൈയും നീട്ടി ആ തീരുമാനത്തെ സ്വീകരിച്ചു. രമേശ് ചെന്നിത്തല VD സതീശനോടൊപ്പം പരിഗണിക്കപ്പെട്ട ആളാണ്. VD സതീശൻ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആളാണ്. ആ രമേശ് ചെന്നിത്തലയാണ് VD സതീശന് പിന്തുണയായിട്ട് കത്ത് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർക്ക്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു സൗന്ദര്യം, ബ്യൂട്ടി ഓഫ് അവർ ലീഡർഷിപ്പ്. അതുകൊണ്ട് ഈ ട്രൂ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളണം.
വീണ്ടും അഭ്യർത്ഥിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പാർട്ടിക്കാരൻ്റെ അഭ്യർത്ഥനയാണ്. നമ്മൾ കാത്തിരുന്ന വിജയമാണ്. ഇനിയെങ്കിലും നമുക്ക് അത് ആഘോഷിച്ച് തുടങ്ങണം. നമസ്കാരം. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ആ ഒരു കുറിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് രാഹുൽ പറഞ്ഞത്. ചില നേതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് വാദിക്കാം, പക്ഷേ അവരെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ കോൺഗ്രസ്സുകാരാണ് എന്ന് അയാൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അയാൾ പാർട്ടിക്ക് പുറത്താണ്, പക്ഷേ ഇപ്പോഴും അയാൾ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.